ജനുവരി 13 ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ്. അവർ ലേഡി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് 1866. ജർമ്മനിയിലെ കിഴക്കൻ ബൊഹീമിയയിലൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഫിലിപ്സ് ഡോർഫ്. ഈ പട്ടണത്തിൽ 1866 മുതൽ രോഗിയായ മഗ്ദലീന കഠ എന്ന ഒരു നെയ്ത്തുകാരി ജീവിച്ചിരുന്നു. ജനുവരി 13 രാവിലെ 4 മണിക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് സുഖപ്രാപ്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. പിറ്റേ ദിവസം അവൾ അത്ഭുതകരമായി സുഖം പ്രാപിക്കുകയും കുറേ വർഷം ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ആ വീടിന് അനുഗ്രഹത്തിൻ്റെ വീട് എന്ന് നാമനിർദ്ദേശം ചെയ്തു. ധാരാളം തീർത്ഥാടകർ അവിടെ വരുമായിരുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു ദേവാലയം അവിടെ നിർമ്മിച്ചു. പിന്നീട് അത് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്മാരകമാക്കി. താമസിയാതെ ഒരു ചെറിയ ബസിലിക്കയാക്കി അതിനെ ഉയർത്തി. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനവും അനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമാക്കി അമ്മ മാറ്റണമേ. ഞങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവേ, അതെല്ലാം മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ എന്നും അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.